ഹലോ ഗൈസ്, ഇൻ ഹരിയാർ നഗറിലെ ജോൺ ഹോനായുടെ പെട്ടി അമ്മച്ചി പിടിച്ച് നടക്കുന്നവരെ ഒരാൾ വരുന്നുണ്ട് കേട്ടോ. ആമസോണിൽ നിന്ന് അവളുടെ അപ്പം എന്തോ ഒരെണ്ണം അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് അവളെ കളിപ്പാട്ടാണ്, സർപ്രൈസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ വരുന്നത്. ഇതാർക്കും തരുമെന്ന് തോന്നുന്നില്ല പിടുത്തം കണ്ടിട്ട്. ചോദിച്ചു നോക്കാം നമുക്ക്. നോക്കട്ടെ, നോക്കട്ടെ, നമുക്ക് പൊട്ടിക്കണ്ടേ? അപ്പൊ എന്താ അയച്ചിരിക്കണ നോക്കാം നമുക്ക്. നോക്കാട്ടോ ആമസോണിൽ നിന്ന്. അപ്പൊ എന്താ മേടിച്ചിരിക്കണം നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, എന്താ നോക്കി നോക്കിയാലോ നമുക്ക്. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് മേഡ് ഗിഫ്റ്റ് തുറന്നു നോക്കിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് എന്താണെന്നുള്ള അറിയാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഫ്രണ്ട് കണ്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഡെലിവറി ആയപ്പോൾ തന്നെ ഏട്ടൻ വിളിച്ചു കേട്ടോ. അവളുടെ മുഖത്തെ എക്സൈറ്റ്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് തുറക്കുമ്പോൾ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആള്. അപ്പോൾ അവൾ അപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ദുബായിക്ക് കൊണ്ട് അവളെ പെട്ടിയാണെന്നൊക്കെ ചോദിച്ചിട്ട്. എൻ്റെ അപ്പ ദുബായി പോണ്ടോ? എനിക്കും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ സാധനം പൊട്ടിച്ച് തീർത്താൽ എനിക്ക് ഒരു സമാധാനം കിട്ടില്ല. അവളും അങ്ങനെ തന്നെയാണ്. ഡെലിവറി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും അത് തുറന്നു നോക്കാൻ ക്ഷമം കൂടില്ല. അത് മുഴുവൻ പൊട്ടിച്ച് തീർത്താലേ അവൾക്ക് സ്വസ്ഥത കിട്ടുള്ളൂ. നിങ്ങളും ഇങ്ങനെയാണോ ഗൈസ്? ഇതിങ്ങനെ പൊട്ടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും എല്ലാവരും. പക്ഷെ എന്നാലും ഇത് പൊട്ടിച്ച് തീർത്ത ഒരു സമാധാനം കിട്ടുന്ന ആരെങ്കിലും ഉണ്ടോ ഗൈസ്? അപ്പം ഞങ്ങൾ ബബിൾസ് പൊട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഗിഫ്റ്റ് തുറന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഗിഫ്റ്റ്. ഫിഷിങ്ങിൻ്റെ ഗിഫ്റ്റായിരുന്നു ഏട്ടൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് പൂരങ്ങൾക്കായിട്ട് അവൾക്ക് ഗിഫ്റ്റ് ഒന്നും മേടിച്ചു കൊടുക്കാറില്ല. എന്തെങ്കിലും വാശി പിടിച്ചാൽ തന്നെ ഞങ്ങൾ മൈൻഡ് ചെയ്യാൻ നിൽക്കാറില്ല. പിന്നെ പോകുന്ന പൂരങ്ങൾക്കൊക്കെ ഗിഫ്റ്റ് മേടിക്കാൻ അതിന് തന്നെ നേരം ഉണ്ടാവും എന്നൊക്കെ കൊണ്ട് ഞാൻ ചീത്ത പറഞ്ഞിട്ട് അവൾക്ക് ഒന്നും മേടിച്ചു കൊടുക്കാറില്ല. അങ്ങനെ ഏട്ടൻ പാവം തോന്നി. കഴിഞ്ഞ ദിവസത്തെ പൂരത്തൊക്കെ പോയിട്ട് നല്ല കരച്ചിലായിരുന്നു വേണം വേണ്ട. അപ്പോൾ ഞാൻ മേടിച്ചൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് പ്രായശ്ചിത്തമായിട്ടാണ് അവൾക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുത്തത് സർപ്രൈസായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കേട്ടോ അവളുടെ മുഖത്ത്. ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പേരും പറഞ്ഞിട്ട് പറയാലോ, മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് എന്നൊക്കെ പറയും എനിക്ക്. അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പം തന്നെ തുടങ്ങി മീൻ പിടുത്തം. എൻ്റെ വീടിൻ്റെ അടുത്ത് തോടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ മീൻ പിടിക്കാറുണ്ട്. അവൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾക്ക് വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് പണി. അതിന് പകരം ഇപ്പോൾ വീട്ടിലിരുന്നിട്ട് മീൻ പിടിക്കാനായി. എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവൾക്ക് കേട്ടോ. മീനിങ്ങനെ വാ തുറക്കുമ്പോൾ എന്നെ കടിക്കുമോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവളിങ്ങനെ പേടിപ്പിക്കുന്നുണ്ട്. ഇപ്പം കടിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം കടിക്കും. അടുത്തെടുത്തോ? അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അവൾക്കൊരു ഡ്രസ്സും കൂടി ഗിഫ്റ്റായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗിഫ്റ്റും ഡ്രസ്സൊക്കെ കിട്ടിയ സ്ഥിതിക്ക് അവൾ അപ്പയ്ക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി കുറച്ച് ഫോട്ടോസും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.